നമസ്കാരം. ന്യൂസ് മലയാളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കൊച്ചിയിൽ ഇന്ന് പുലർച്ചെ സിനിമാ ഷൂട്ടിങ്ങിനിടെ വാഹനാപകടം ഉണ്ടായി. നടൻ അർജുൻ അശോക് അടക്കം 5 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ഏതായാലും അമിത വേഗത്തിൽ വാഹനമോടിച്ചതിന് ഇപ്പോൾ പോലീസ് കേസ് എടുത്തിരിക്കുകയാണ് ഈ അപകടത്തെ തുടർന്ന്. ഇങ്ങനെ വാർത്തകളുടെ സജീവമായ മണിക്കൂറുകളിലേക്ക്, ഹാപ്പനിങ് അവേഴ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം തലക്കെട്ടുകൾ. കൊച്ചിയിൽ സിനിമാ ചിത്രീകരണത്തിനിടെ കാർ മറിഞ്ഞ് അപകടം. അർജുൻ അശോകൻ, സംഗീത് പ്രതാപ് എന്നിവർക്ക് പരിക്ക്. ചേസിംഗ് ചിത്രീകരിക്കുന്നതിനിടെ കാർ തലകീഴായി മറിഞ്ഞു. കർണാടകയിലെ ഷിരൂരിൽ അർജുനായുള്ള തെരച്ചിൽ പ്രതിസന്ധിയിൽ. അടിയൊഴുക്ക് ശക്തമായതിനെ തുടർന്ന് തെരച്ചിലിനിറങ്ങിയ മുങ്ങൽ വിദഗ്ധർ തിരിച്ചുകയറി. നാവികസേനയും രക്ഷാദൌത്യത്തിനായി ഷിരൂരിൽ. പുഴയിൽ മനുഷ്യ സാന്നിധ്യമില്ലെന്ന നിഗമനത്തിൽ ദൌത്യസംഘം. ഗതാഗതത്തിനായി ദേശീയപാത തുറന്നുകൊടുത്തു. ആദിവാസി ദളിത് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ ഗ്രാന്റുകൾ നൽകാത്തതിൽ പ്രതിഷേധം. ഇന്ന് സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും. മാർച്ച് സംഘടിപ്പിക്കുന്നത് ഈ ഗ്രാന്റ് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ. തിരുവനന്തപുരത്ത് പ്രഭാത സവാരിക്കിറങ്ങിയ യുവാവിന് ദാരുണാന്ത്യം. മരിച്ചത് വിഴിഞ്ഞം മുക്കോല സ്വദേശി ഡിബിൻ. അപകടമുണ്ടായത് കല്ലുവെട്ടാംകുഴി ദേശീയപാതയിൽ. ഇന്നോവ കാർ ഇടിച്ചു കയറിയായിരുന്നു അപകടം. കുണ്ടന്നൂർ തേവര പാലത്തിലെ അറ്റകുറ്റപ്പണികൾ നടത്തിയ ഉദ്യോഗസ്ഥർക്കും കരാറുകാർക്കുമെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി. സംസ്ഥാന പോലീസ് വിജിലൻസ് ഡയറക്ടർക്ക് പരാതി നൽകി മരട് നഗരസഭ മുൻ വൈസ് ചെയർമാൻ. പരാതി ഉയർന്നത് റീടാറിംഗ് നടത്തിയ ഭാഗങ്ങളിൽ വീണ്ടും കുഴികൾ രൂപപ്പെട്ടതോടെ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും പരിഹാരമാകാതെ കൂലിക്കണക്ക്. തെരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്കെടുത്ത വാഹനങ്ങളുടെ വാടകയും ആളുകൾക്കുള്ള വേതനവും കൊടുത്തു തീർത്തില്ല. പരാതി ലഭിച്ചിട്ടും നടപടിയെടുക്കാതെ എറണാകുളം കലക്ടറേറ്റ്. സ്വകാര്യ സ്ഥാപനത്തിൽ നിന്ന് കോടികൾ തട്ടിയ കേസിൽ പ്രതി ധന്യ മോഹനെ തൃശൂരിൽ എത്തിച്ചു. പ്രതിയെ ധനകാര്യ സ്ഥാപനത്തിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചും പരിശോധന. 2019 മുതൽ പ്രതി തട്ടിയെടുത്തത് 20 കോടിയോളം രൂപ. സംസ്ഥാനത്തെ മാലിന്യ പ്രശ്നം പരിഹരിക്കാനുള്ള നടപടികളിലേക്ക് സർക്കാർ. മുഖ്യമന്ത്രി വിളിച്ച സർവകക്ഷി യോഗം ഇന്ന്. മാലിന്യമുക്ത പരിപാടി ജനകീയ ക്യാമ്പയിനായി ഏറ്റെടുക്കും. സർക്കാർ നീക്കം ആമയിഴഞ്ചാൻ ദുരിതത്തിന് പിന്നാലെ. നീതി ആയോഗ് യോഗം ഇന്ന് ചേരും. യോഗം ചേരുക പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ. ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനും പങ്കെടുക്കുമെന്ന് റിപ്പോർട്ട്. യോഗം ബഹിഷ്കരിക്കില്ല. ബജറ്റിലെ അവഗണനയ്ക്കെതിരെ പ്രതിഷേധിക്കുമെന്ന് മമത. നാടിനെ നടുക്കിയ കുമരകം ബോട്ട് ദുരന്തത്തിന് ഇന്നേക്ക് 22 വർഷം. വേമ്പനാട്ട് കായലിൽ പൊലിഞ്ഞത് 29 ജീവനുകൾ. അപകടത്തിൽപ്പെട്ടത് 2002 ജൂലൈ 27-ന് മുഹമ്മയിൽ നിന്ന് കുമരകത്തേക്ക് പുറപ്പെട്ട ബോട്ട്. നവീകരണത്തിനിടെ തോപ്പുംപടി രാമേശ്വരം കനാലിന് കുറുകെയുള്ള പാലം തകർന്നു. കനാലിലേക്ക് പതിച്ചത് മധ്യഭാഗം തകർന്ന്. 30 വർഷം മുമ്പ് പാലം നിർമ്മിച്ചത് നഗരസഭയുടെ അനുമതിയില്ലാതെയെന്ന് ആക്ഷേപം.
സമ്പത്തിന് നികുതി ഈടാക്കാനുള്ള അധികാരം സംസ്ഥാനങ്ങൾക്കുണ്ടെന്ന സുപ്രീം കോടതി വിധി സ്വാഗതം ചെയ്ത് മന്ത്രി പി രാജീവ്. സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ സംബന്ധിച്ച് കോടതിയിലുള്ള മറ്റ് കേസുകളിലും സമാനമായ വിധിയുണ്ടാകുമെന്ന് പ്രതീക്ഷ. മറ്റ് ഹർജികൾക്കും വിധി ഊർജം പകരുമെന്നും വ്യവസായ മന്ത്രി. വിഷയത്തിൽ ഇസ്രായേലിനെ കടന്നാക്രമിച്ച പ്രിയങ്ക ഗാന്ധി. ഇസ്രായേൽ ജനതയുടെയും ലോകരാജ്യങ്ങളുടെയും ധാർമ്മിക ഉത്തരവാദിത്തം ചൂണ്ടിക്കാട്ടി എക്സ്പോസ്റ്റ്. സഭ്യതയും ധാർമ്മികതയും അവകാശപ്പെടുന്ന ലോകത്ത് ഇസ്രായേലിന്റെ പ്രവർത്തനങ്ങൾ അംഗീകരിക്കാനാവില്ല. പ്രിയങ്കയുടെ പ്രതികരണം US കോൺഗ്രസിൽ നെതന്യാഹു നടത്തിയ ന്യായീകരണത്തിൽ. ഒളിമ്പിക്സ് കൊടിയേറി. സെൻ നദിയിൽ ചരിത്ര മാച്ച് പാസ്റ്റുമായി അത്ലീറ്റുകൾ. കണ്ണഞ്ചിപ്പിക്കുന്ന കലാവിരുന്നൊരുക്കി പാരീസ്. മൈതാനത്തിനു പുറത്തെ ഉദ്ഘാടനം ചരിത്രത്തിലാദ്യം. ഒളിമ്പിക്സിൽ ഇന്ന് ഇന്ത്യക്ക് നിർണായക ദിനം. ബാഡ്മിന്റണിൽ PV സിന്ധുവും പ്രണോയും ലക്ഷ്യ സെന്നുമടക്കം ഇന്ത്യൻ സംഘമിറങ്ങും. ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് ന്യൂസിലൻഡിനെതിരെ. ഷൂട്ടിംഗിലും ടെന്നീസിലും ഇന്ത്യൻ താരങ്ങൾക്ക് ഇന്ന് മത്സരം. ശ്രീലങ്കയ്ക്കെതിരായ 2020 പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. ഇന്ത്യൻ ടീമിനെ നയിക്കാൻ സൂര്യകുമാർ യാദവ്. അവസരം കാത്ത് സഞ്ജു സാംസൺ. മത്സരം വൈകിട്ട് 7-ന്. വനിതാ ഏഷ്യ കപ്പിൽ ഇന്ത്യ ശ്രീലങ്ക ഫൈനൽ. സെമിയിൽ ഇന്ത്യ ബംഗ്ലാദേശിനെ തകർത്തത് 10 വിക്കറ്റിന്. പാകിസ്ഥാനെ അവസാന ഓവറിൽ മറികടന്ന് ശ്രീലങ്ക. ഫൈനൽ പോരാട്ടം നാളെ.